നമസ്കാരം. ഞങ്ങളുടെ UAE യാത്രയിലെ ഒരു അധ്യായത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇത് അവസാന പാർട്ടാണ്. ഞാനത് കുറച്ച് ലേറ്റായി, കാരണം ഞാൻ വെക്കേഷന് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ അവസാന പാർട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയത്. ഏതായാലും ഞങ്ങൾ ഖത്തർ വഴി UAEയിൽ പല എമിറേറ്റ്സിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു ആഴ്ച കാലം യാത്രയിൽ തന്നെയായിരുന്നു. ഫുജൈറയിലേക്കുള്ള യാത്രയാണിത്. ഫുജൈറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UAEയിലെ ഭൂപ്രകൃതിയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായുള്ളൊരു ഭൂപ്രകൃതി തന്നെയാണ് ഈ ഫുജൈറ എന്ന് പറയുന്ന സ്ഥലം. ഷാർജ വഴി, ദുബായ് ഷാർജ വഴി ഒരു ഹൈവേ ആണ് ഫുജൈറയിലേക്ക് പോകുന്നത്. ഫുജൈറയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 ദിവസം പരിപാടിയായിരുന്നു ഇട്ടത്. ഇടയ്ക്ക് കൂടെയുള്ള ഒരാൾ ഒരു ജോലി സംബന്ധമായി പെട്ടെന്ന് കോൾ വന്നപ്പോൾ തിരിച്ചു പോകാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുജൈറയിലെ ശരിക്കും രാത്രി ഞങ്ങളവിടെ എത്തി. പിറ്റേ ദിവസം രാവിലെയും വൈകിട്ടും ആയിട്ടുള്ള കറക്കവും, അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാവിലെ അവിടെ നിന്ന് പുറപ്പെടാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല. ഞങ്ങൾ രാത്രി അവിടെ എത്തി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾക്ക് തിരിച്ച് ബഹ്റൈനിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ ആ ഒരു യാത്രയിൽ ചില കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുജൈറയിൽ ശരിക്കും പറഞ്ഞാൽ ഈ മലയിടുക്ക് പാറക്കല്ലുകളാണ് അധികം. ഈ മല എന്ന് പറഞ്ഞാൽ മൊട്ടക്കുന്നുകളാണ്. ഈ കുന്നുകൾക്കിടയിലൂടെയുള്ള ഒരു പാതയാണ്, ഹൈവേ ആണ് ഫുജൈറയിലേക്കുള്ള ഹൈവേ. ഞങ്ങൾ വിചാരിച്ചിരുന്നു ഫുജൈറയിൽ നിന്ന് എളുപ്പ വഴി ഉണ്ടാവുമായിരിക്കും, ചിലപ്പം സൗദി ബോർഡറിലേക്ക് പോകാം. അങ്ങനെയല്ല, അതേ റോഡ് തന്നെയാണ്. തിരിച്ച് നമ്മൾ വീണ്ടും ഷാർജ ബോർഡർ വഴി UAE ദുബായ് ബോർഡർ, അതിനുശേഷം അബുദാബി, അൽദഫ്ര, അങ്ങനെ സൗദി ബോർഡറിലെത്തണം. സൗദി ബോർഡറിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സൗദിയിലൂടെയുള്ള യാത്രയാണ്. ഒരു 4-5 മണിക്കൂർ, 5 ശരിക്കും പറഞ്ഞാൽ ഒരു 6 മണിക്കൂറിനോളം യാത്ര തന്നെയുണ്ട്. അതൊരു ദീർഘ യാത്ര തന്നെയാണ്. ഞങ്ങൾ മാറി മാറി ഡ്രൈവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരുവിധം എല്ലാവരും ടയേർഡ് തന്നെയായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ജസീർ എന്ന് പറഞ്ഞ ആളായിരുന്നു. പുള്ളി ടയേർഡല്ലാത്തതുകൊണ്ട് പുള്ളി തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. ഞാൻ ഏകദേശം സൗദി ബോർഡർ, ബഹ്റൈൻ ബോർഡറിലെത്തിയ സമയത്ത് ആൾക്ക് റിയാദിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് അയാളുടെ ഫ്രണ്ട്, റിയാദിലുള്ള ഫ്രണ്ട് വന്നു കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ മറ്റുള്ള ആളെയും കൂട്ടി ഞാൻ ആണ് ബഹ്റൈനിലേക്ക് വന്നത്. ഇതൊക്കെ UAEയുടെ ചില ഭാഗങ്ങളാണ്. ഞങ്ങൾ ഇതുവരെയും സൗദി ബോർഡറിൽ എത്തിയിട്ടില്ല. രാവിലെ 8 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഒരു 12 മണിയോ മറ്റോ ആയപ്പോഴാണ് ഞങ്ങൾ സൗദി ബോർഡറിലെത്തുന്നത്. ബോർഡറിൽ കുറേ സമയം എടുത്തു. അതിനുശേഷം പിന്നീട് ഉള്ള യാത്രയാണ്. ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടുള്ള യാത്രയാണ്. ഞങ്ങളൊക്കെ ശരിക്കും ടയേർഡായിരിക്കുന്നു. അയാൾ നല്ല ഡാൻസൊക്കെ ആയിട്ട് പാട്ടൊക്കെ ഇട്ട് അങ്ങനെ അതിനനുസരിച്ച് താളം കേട്ടിട്ടുള്ള പോക്കാണ്. ഏതായാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. ഇതിൽ സൗദി വിസ എടുക്കണം. ബഹ്റൈനിലുള്ള ആളുകൾ പോകണമെങ്കിൽ എന്തായാലും സൗദി വഴിയേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ സൗദി വിസ എടുക്കണം. സൗദി മൾട്ടിപ്പിൾ എൻട്രി വിസ, അത് നമ്മളെ ഏജിനനുസരിച്ച് 42 BD മുതൽ മേലോട്ട്, നമ്മൾ ഇൻഷുറൻസ് അടക്കം അതിൻ്റെ മേലോട്ട് വരും. ചെറുപ്രായക്കാരൊക്കെ ആണെങ്കിൽ ഒരു 42 BDക്ക് ഇൻഷുറൻസ് അടക്കം കിട്ടും. പിന്നീട് അത് 35, 40, 45, 50 എന്ന് പറഞ്ഞിങ്ങനെ വയസ്സ് കൂടുന്നതിനനുസരിച്ച് അങ്ങനെ 45, 48, 50 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുകളിലോട്ട് പോകും. അങ്ങനെ ആ വിസ എടുത്ത് പിന്നീട് ഞങ്ങൾ ഖത്തറിലേക്ക് പോകുന്നത്, അയാൾക്കാർഡിൽ ആരെങ്കിലും ഒരാളെ, അയാൾക്ക് 3 പേരെ സ്പോൺസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് നമുക്ക് രാജ്യത്തേക്ക് എൻട്രി ഉണ്ട് ഇന്ത്യക്കാർക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞങ്ങൾ 3 വിസ ഒപ്പിച്ച്, പിന്നെ മറ്റുള്ളവർ 2 സുഹൃത്തുക്കളായിരുന്നായിട്ട് ഞങ്ങൾ വിസ സംഘടിപ്പിച്ച്. ഖത്തറിലെ വിസ തികച്ചും ഫ്രീ തന്നെയായിരുന്നു. UAEയിലേക്ക് നമുക്ക് ഇവിടുന്ന് ഓണറേബിൾ വിസ, US വിസയുള്ള ആളുകൾക്ക് ഓണറേബിൾ വിസ കിട്ടും. അല്ലാത്ത ആളുകൾ നമ്മൾ മുൻകൂട്ടി വിസ തന്നെ എടുക്കണം. അങ്ങനെയൊക്കെയാണ് UAEയിലേക്കുള്ള. ഇപ്പം അടുത്ത കാലത്ത് പുതിയ നിയമം വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്.
ഒറ്റ വിസ കൊണ്ട് നമുക്ക് GCCയിലെ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് സന്ദർശിക്കാൻ പറ്റും എന്നുള്ള ഒരു പുതിയ നിയമം വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഏതായാലും അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്ക് ആ ഒരു ഒറ്റ വിസ കൊണ്ട് നമുക്ക് എല്ലാ രാജ്യങ്ങളും, എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ വന്നതിൽ ഇനിയിപ്പം പോകാത്ത രാജ്യങ്ങളെന്ന് പറയുന്നത് ഒമാനും അതുപോലെ തന്നെ കുവൈറ്റുമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒരുവിധം, ഞാൻ റിയാദ് വരെ പോയിട്ടുണ്ട്, അവിടുന്ന് അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഇനി സൗദി വിസ ഒരു വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി ആയതുകൊണ്ട് ആ വിസ കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് പുതിയത് എടുക്കണം. അതിനുശേഷം പിന്നീട് മറ്റ് സൗദിയിലെ മറ്റ് ചില പ്രദേശങ്ങൾ, ദമാമിലൊക്കെ പോയിരുന്നു ഞങ്ങൾ. ഏതായാലും വണ്ടി എടുത്തുള്ള ആ ഒരു പോക്ക് തികച്ചും ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. പല സ്ഥലത്തുനിന്ന് ഞങ്ങൾ നിർത്തി അങ്ങനെ ക്ഷീണമൊക്കെ അകറ്റി ഉള്ളൊരു പോക്ക്. ആ കാഴ്ചകളൊക്കെ ഇടയ്ക്കൊക്കെ സ്ഥലത്തൊക്കെ നിർത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് വല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ റിലാക്സ് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ഞങ്ങളുടെ ഇതിപ്പോൾ സൗദി ബോർഡറിൽ എത്തിയിരിക്കുന്നു. സൗദി ബോർഡറിൽ ശരിക്കും നല്ല ചെക്കിംഗ് ആണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ അവർ പുറത്തിടും. അവിടെ ആളുണ്ട്. അതിനെനിക്ക് തോന്നുന്നത് ബംഗാളികളോ മറ്റോ അതെനിക്ക് തോന്നിയത്. അവർ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് അവർ തന്നെ ചെക്ക് ചെയ്തിട്ട് അവർ തന്നെ തിരിച്ച് നമ്മളെ വണ്ടിയിലേക്ക് ഇട്ട് തരും. അവരെന്തെങ്കിലും ടിപ്പെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ. നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് അവർ. നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഏകദേശം രാത്രി ആയിരിക്കുന്നു അപ്പം ഞാനിപ്പം ജസീറ അവിടുന്ന് റിയാദിലേക്ക് പോയി. ഏകദേശം പാലത്തിൻ്റെ കുറച്ച് ഒരു 10-20 കിലോമീറ്റർ പുറത്ത് വെച്ചിട്ട് ഞാൻ ഡ്രൈവിംഗ് ഏറ്റെടുത്തു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബഹ്റിനിലേക്ക് വന്നു. അപ്പം ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.